യക്ഷി ഇരിക്കാൻ വന്നല്ല. അയാളെന്താ വിളിച്ച ഫോൺ എടുക്കാത്ത? ആള് നൂറ് തിരക്കുള്ള ആളല്ലേ, അതുകൊണ്ടായിരിക്കും. നിങ്ങൾ സമാധാനായിട്ടിരിക്കേ. എനിക്ക് സാറിനോട് പേഴ്സണലായും സംസാരിക്കണമായിരുന്നു. നമുക്ക് ബെഡ്റൂമിൽ പോയി സംസാരിച്ചിട്ട് വരാം. ഇവിടെ ക്യാമറയൊക്കെ ഉള്ള. നീ ഇങ്ങോട്ട് നോക്ക് ചങ്ങാതി, ഇയാൾ എന്തായി കാണിക്കുന്നത്? ആളെന്താ കാണിക്കട്ടെ. ആരാ? അളിയനെ വിടറാ. ഏതളിയൻ? അയ്യപ്പൻ്റെ അളിയാണ്. ഓ ആ ആളെ കണ്ട മനസ്സിലാവുന്നില്ല കേട്ടോ. താടിയൊക്കെ വെച്ചിട്ട് കുടിക്കാൻ തീർക്കണ്ടേ? നീ എന്റെ മുന്നിൽ കിടന്ന് അഭിനയിക്കൊന്നും വേണ്ട. നീയൊക്കെ ഈ സിനിമ കോപ്പ് എന്നൊക്കെ പറഞ്ഞ് എങ്ങോട്ടാണ് അയാളെ പറഞ്ഞയച്ചു? ഞാൻ അന്വേഷിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഈ കഥ എഴുത്തെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രൈവസിക്ക് വേണ്ടി പോയതല്ലേ. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കല്ലേ. സിനിമയല്ലേ, ഞാനല്ലേ പറയുന്നത്. നീ ആയോണ്ടാ. ഒരു കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ താനെന്താണോ ഞാൻ വിളിച്ച ഫോൺ എടുക്കാത്തത്? തന്റെ ചെരുപ്പും കാറും പുറത്ത് കിടക്കണ്ടാവും. ഇവിടെ വന്നാ താ മുങ്ങി. പെങ്ങളവിടെ തമിഴ്നാടെന്ന് കരയാണ്. അതെന്താ തമിഴ്നാട് കയറിയെന്ന്? നമ്മളവിടെ പറഞ്ഞു നിർത്തിയത്? നിർത്തിയിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. നിങ്ങളുടെ വികാരം എനിക്ക്. താനൊരു കോപ്പും പറയണ്ട. എനിക്കറിയാം എന്താ വേണ്ടെന്ന്. ഈ നാട്ടിൽ പോലീസൊക്കെ ഉണ്ടല്ലോ. ഓനും ഓൻ്റെ ഒരു ജുബയും. ഇതിങ്ങനെ വിട്ടാലേ ശരിയാവില്ല. ആ സണ്ണി പറ. ഡേവിഡ് സാറേ, നിങ്ങളിത് എവിടെയാണ്? ആ അയ്യപ്പന്റെ വല്ല വിവരമുണ്ടോ? നാട്ടുകാർ ഇവിടെ ഒന്ന് പഞ്ഞിക്കിടുകയാണ്. അയ്യപ്പനെ തപ്പി ഒരു അസിസ്റ്റന്റ് മണ്ടം പോയി, അതിന്റെ പിന്നാലെ വേറൊരു മണ്ടം. ഇപ്പൊ ഒരു വിവരമില്ല. അവന്റെ കയ്യിലിരിപ്പുകൊണ്ട് ഏതെങ്കിലും ഏടാ കൊടുത്ത് പോയി ചാടിയിട്ടുണ്ടാവും. അല്ലാതെ ഇതിനൊന്നും മറുപടി പറയാൻ എനിക്ക് സമയമില്ല. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ സാറേ, അവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. ഞാനാണെങ്കിലോ അയ്യപ്പന് നിങ്ങൾ പറഞ്ഞ സോമരസം കൊടുത്തു വിട്ടു. താനല്ലേ പറഞ്ഞ അവൻ ഭാവന വരില്ലാന്ന്. വരട്ടയുടെ കുറച്ച് ഭാവന. മിക്കവാറും അയ്യപ്പനത് മൊത്തം ഉണ്ടാക്കലോ കുത്തിക്കേറ്റ് വല്ലതും ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അല്ല ഞാനിപ്പോ എന്താ ചെയ്യണ്ട്? സാറേ, ആ പയ്യന്മാരുടെ വീട്ടുകാർ പോലീസിൽ പറയാൻ പോവാന്നൊക്കെ പറയണേ. പോലീസ് അങ്ങനെ കാട് കയറിയാ തീർന്നു, അറിയാലോ. പോലീസിനെന്നാ കാട്ടിൽ കയറ്റാൻ നിൽക്കണ്ട. താൻ അവരോട് എന്തെങ്കിലും പറഞ്ഞു നിൽക്ക്, ഞാൻ നോക്കിക്കോളാം. ആ സാറ് തന്നെ പോയി നോക്കിയാൽ മതി, അതാവും സേഫ്.
ഇങ്ങോട്ടേക്കൊന്നും ആരും വരാറില്ല സാറേ. ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണത്. ഇനി എത്ര ദൂരം ഉണ്ടോ? കുറച്ച് ദൂരമുണ്ട് സാറേ. കാലിന് വേദനയൊന്നുമില്ലല്ലോ, നടക്കാൻ കഴിയില്ലേ? ഏയ് സാരല്ല, നടന്നോളാം. സാർ ഇങ്ങോട്ട് വന്നാണ്. നമ്മുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഇവിടെ. അവിടെ എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്. അവരെ തപ്പി ഇറങ്ങിയതാ. സ്വന്തം സ്ഥലത്തേക്കുള്ള വഴിയാണോ സാറ് പറഞ്ഞേ? ഒത്തിരി കാലമായിട്ട് കൊണ്ട് വന്നിട്ടില്ലടോ, അതിൻ്റെ ഒരു കൺഫ്യൂഷൻ. സാർ എന്തെങ്കിലുമൊക്കെ ഒരു അടയാളം പറയും, നമുക്ക് നോക്കാം. ഇനി ഒരുപാട് ദൂരം ഉണ്ടോ? പറഞ്ഞില്ല സാറേ, കുറച്ച് ദൂരമൊക്കെ ഉണ്ട്. എവിടെയെങ്കിലും ഇരിക്കണോ? ഏയ് വേണ്ടടോ, നടക്കാം. താൻ വന്നില്ലായിരുന്നെങ്കിൽ അവിടെ കിടന്ന് ചത്തുപോയനെ. വിശന്നിട്ട് കുടലെറിഞ്ഞിട്ട് വയ്യ. പോരാത്തന്നെ ഈ വൃത്തിയായിട്ട വെള്ളത്തിന്റെ മണം. ഇവക്ക് ഈ വെള്ളെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ? മയില് മീനെങ്കിൽ മീന് ജീവൻ തിരിച്ചിട്ടില്ല എന്നെ വലിയ ഭാഗ്യം. എന്നിട്ട് നീ ബാക്കി എന്റെ പൊന്ന് സതീശ ഒന്നും പറയണ്ട. ഞാനൊരു ജീവിതമൊക്കെ സ്വപ്നം കണ്ട് സ്മൂത്ത് ആയിട്ട് പോകാറുണ്ട്. കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു തുമ്പത്തെത്തിയപ്പോ ആ നായിന്റെ മാണ് തലക്കടിച്ച് മീനാക്കി. അവളെന്തിനാണ് നമ്മളെ മീനാക്കിയത്? വല്ല മാന മയിലൊക്കെ ആയിരുന്നു ചാടിപ്പോയത്. ഏതോ നായിന്റെ മോൻ ചെയ്ത പിടിപ്പീടിന് പണി കിട്ടിയത് നമുക്കാ. എന്തോ വണ്ടിക്ക് വട്ടം ചാടിയതാ, ഒരു പിടിയും കിട്ടുന്നില്ല. വല്ല കാട്ടുവന്നുകളാവും. ഇവിടെ അടുത്തെങ്കിലും വല്ല വർക്ക്ഷോപ്പും കാണും. ഇത് നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ഉള്ളിലാണ് സാറേ. എൻ്റെ കുടിൽ ഇവിടെ അടുത്താണ്. ആ മുറിയൊക്കെ വെച്ചിട്ട് പോവാ. സാറേ വണ്ടിയിൽ വേറെ സാധനങ്ങളൊന്നും ഇരിക്കില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. തൻ്റെ പേരെന്താണോ? സുഖം പുതിയൊരുത്തൻ. ഇനി ഇവനാണോ ആ നാറി? ആർക്കറിയാം. എന്താ നടക്കാൻ പോണെന്ന് ദൈവത്തിനറിയാം. എന്തു പറ്റി? ഈ വീട്ടിൽ നീ എങ്ങനെ? ഞാനിവിടെ വന്നിട്ട് കുറച്ചേ ആയുള്ളൂ. കാട് പിടിച്ച് കിടക്കണ ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി കയറി കൂടിയതാ. എന്തു പറ്റിയതാ ഈ മുറിവൊക്കെ? വഴി വെച്ച് വണ്ടി ഒന്ന് കേടായി. കുറച്ച് ദൂരം ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. വരുന്ന വഴിക്ക് ആളെന്തോ പിടിച്ചു. ഇത് കുറച്ച് കുഴപ്പം പിടിച്ച സ്ഥലമാണ്. ആളുകളെ കൊന്നു തിന്നുന്ന ഒരു തരം പന്നികളുണ്ട് ഇവിടെ. സൂക്ഷിക്കണം. ഇവിടെയുള്ളവർക്ക് തന്നെ പുറത്തിറങ്ങാൻ പേടിയാണ്. മനുഷ്യന്മാരുടെ ചോരയുടെ രുചി അറിഞ്ഞിട്ടുള്ള ജന്തുക്കളാണ്. അവർ വിടില്ല. കുറച്ച് വെള്ളം തരുമോ? എന്താ ഇത്? ഇതൊരു മരുന്നാണ്, കുറച്ച് ലഹരിയൊക്കെ ഉള്ളത്.
വേദനയും ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. ഹായ്, കളി തുടങ്ങി. ഇതാണ് ഇവിടെ വന്നില്ല ആകെയുള്ളൊരു മെച്ചം. പറടി, നീ ആരാ? നീ എന്താണ് എനിക്ക് ഒഴിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ലെന്ന് കരുതിയോ? ഓർമ്മയില്ലേ അന്ന് കാട് കയറി വന്നത് ഇവിടെയുള്ളവരൊക്കെ ഒന്ന് കുഴിച്ചു മൂടിയതോ? ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? പകുതി ജീവനോടെ ശ്വാസമില്ലാതെ മണ്ണിനടിയിൽ കഴിഞ്ഞിട്ടുണ്ടോ? തുറക്ക്, തുറക്ക്.